നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ കുന്നിൻ മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ 18-കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർ ദാരുണമായി മരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ യൂട്യൂബിലൂടെ പുറത്തു വിടുന്നതിന് പരിമിതിയുണ്ട്. കാരണം ഒരു ആത്മഹത്യ ദൃശ്യങ്ങളാണ്. ഒരു വളരെ ഉയരമുള്ള ഒരു കുന്നിന് മുകളിലായിട്ട് ആ മകൻ നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് അവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അടുത്തുള്ള പ്രദേശവാസികളൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. താഴെ, അതായത് ഈ കൊക്ക താഴേക്ക് പതിക്കുന്ന ഭാഗത്ത് നിറയെ കല്ലും അതുപോലെ തന്നെ പാറകളും മറ്റുമാണ്. അതിന് താഴെയായിട്ടും നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ എന്തൊരു കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നത് പോലെയാണ് അവിടെ ഇരിക്കുന്നത്. പലരും അത് മൊബൈൽ ഫോണുകളിൽ ചിത്രീകരിക്കുന്നുണ്ട്. മുകളിൽ ഈ പയ്യൻ നിന്ന് പറയുന്നുണ്ട്, 18 വയസ്സാണ്, ഞാൻ വരില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഛത്രപതി സംഭാജി നഗർ ജില്ലയിലെ ഗവ്ദ കുന്നിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദേവ്ലായ സ്വദേശിയായ 18-കാരനാണ് വ്യാഴാഴ്ച രാവിലെ കുന്നിന്റെ കുത്തനെയുള്ള ഭാഗത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഈ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഐഫോൺ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ്. പുതിയ ഐഫോൺ വാങ്ങി നൽകാത്തതിനെ ചൊല്ലി മാതാപിതാക്കളുമായി വഴക്കുണ്ടായതിന് പിന്നാലെയാണ് യുവാവ് കുന്നിൻ മുകളിലെത്തിയത് എന്നാണ്. സംഭവം അറിഞ്ഞ മാതാപിതാക്കളും നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി. ഏകദേശം 3 മണിക്കൂറോളം യുവാവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുന്നിന്റെ അപകടകരമായ ഭാഗത്ത് നിന്ന് പിന്മാറാൻ ഇയാൾ തയ്യാറായില്ല. താഴെ നിന്ന് മാതാപിതാക്കളും മറ്റുള്ളവരും പലതവണ സംസാരിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് വഴങ്ങിയില്ല. 3 മണിക്കൂറോളം യുവാവിന്റെ മാതാപിതാക്കളും പ്രദേശവാസികളും പോലീസും ചേർന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. താഴെ നിന്ന് പലതവണ പറഞ്ഞെങ്കിലും മകൻ കേൾക്കാതെ വന്നതോടെ ഒടുവിൽ മകനെ രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ പിതാവ് കുന്നിൻ മുകളിലേക്ക് കയറുകയായിരുന്നു. പിതാവ് അടുത്തേക്ക് വരുന്നത് കണ്ട യുവാവ് വീണ്ടും പിന്നിലേക്ക് നീങ്ങി. പക്ഷേ ആ മകനെ രക്ഷിക്കാൻ ആ പിതാവ് പിടിച്ച ഉടനെ തന്നെ ഇരുവരുടെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് കുന്നിന്റെ വശത്തേക്ക് താഴേക്ക് വീഴുകയായിരുന്നു. കാരണം ആ യുവാവ് അറ്റത്തായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പിതാവിനെ ആ മകനെ വലിച്ച് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ സാധിച്ചില്ല. അവർ രണ്ടുപേരും പുറകിലേക്ക് വീഴുകയായിരുന്നു. മകനും ഭർത്താവും താഴേക്ക് വീഴുന്നത് കണ്ട് പരിഭ്രാന്തയായ അമ്മയും പിന്നാലെ എടുത്തു ചാടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതാപിതാക്കളും പ്രദേശവാസികളും യുവാവിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നുവെന്നാണ് ഇതിന് ദൃക്സാക്ഷിയായ സഞ്ജയ് ജാദവ് എന്ന് പറയുന്ന യുവാവ് പറഞ്ഞത്. യുവാവിൻ്റെ അമ്മ ചാടരുതെന്ന് ആവർത്തിച്ച് അപേക്ഷിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കളും മറ്റുള്ളവരും യുവാവിനെ അനുനയിപ്പിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചിട്ടും യുവാവ് എടുത്ത് ചാടുകയായിരുന്നു. ഏതായാലും അവിടെ കൃത്യമായിട്ട് പോലീസും അഗ്നിരക്ഷാ സേനയും ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് താഴെ സുരക്ഷാ വല കെട്ടിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവരും കാഴ്ചക്കാരായിട്ട് അവിടെ നിൽക്കുകയായിരുന്നോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് അറിഞ്ഞ ഉടനെ തന്നെ താഴെ ഒരു സുരക്ഷാ വല തീർക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.